മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെടാ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയുടെ അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ഉണ്ടാവുന്നത്. എന്നാൽ പേടിക്കേണ്ടത്, ഈ സ്ക്രീനിൽ കാണുന്ന വെറും 3 പാരഗ്രാഫുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ 6 മാർക്കിന് നിങ്ങൾക്ക് അപ്രീസിയേഷൻ ചോദിക്കും. അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് തന്നെ മൊത്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഇതിൽ ലാസ്റ്റത്തെ പാരഗ്രാഫ് ഒന്നും ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ട് A+ വാങ്ങാൻ പറ്റിയിട്ടുള്ള, A+ അല്ല, ഇതിലെ 6 മാർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള ട്രിക്കുകളായിട്ടാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ പോയം അല്ലേ. അതായത് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള, പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകളെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ദ പോയം ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്, ആൻ ഇംഗ്ലീഷ് പോയറ്റ് അല്ലേ. ഒരു ഇംഗ്ലീഷ് കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് റൊമാൻറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് നമ്മുടെ കവിതയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ഇംഗ്ലീഷ് കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിന് അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിത വായിച്ചിട്ട് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ നിങ്ങളോട് തയ്യാറാക്കാൻ പറയും ഇംഗ്ലീഷിൽ അല്ലേ. അതിൻ്റെ കുറച്ച് വരികളൊക്കെ തന്നിട്ട് ആ വരികളുടെ അപ്രിസിയേഷൻ തയ്യാറാക്കാനാണ് പറയുക. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് അല്ലേ, നിങ്ങൾക്ക് ആ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലേ. ഇവിടെ നിങ്ങൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ മിനിമം ഒരു 3 പാരഗ്രാഫ് എങ്കിലും വേണം. ആ പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ റൈറ്ററെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരാണ് കവിത എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ കവിതയുടെ ആശയം അല്ലെങ്കിൽ തീം ഉണ്ടല്ലോ, ആ വിഷയം എന്തിനെ കുറിച്ചാണ് കവിത പറയുന്നത്, ആ തീമും മക്കൾ എഴുതിയിരിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് എന്തായാലും ഒരു ഒന്നോ രണ്ടോ സ്റ്റാൻസുകൾ തരും അല്ലേ. ആ സ്റ്റാൻസുകളാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് കവിതയിലെ കുറച്ച് വരികൾ തരും. ആ വരികൾ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ ആ തന്നിരിക്കുന്ന വരികളിൽ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥങ്ങളാണ് എഴുതേണ്ടത്. മൂന്നാമത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ കവിതയുടെ സ്ട്രക്ചർ, കവിതയിൽ വല്ല റൈം സ്കീം ഉണ്ടോ, ഇനി അതെല്ലാം ഫ്രീ വേർഡ് സ്റ്റൈലാണോ എഴുതപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും റൈം വേർഡ്സ് ഉണ്ടോ, പിന്നെ അതേപോലെ വല്ല ഇമാജറീസ്, വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി, ഇങ്ങനെ എന്തെങ്കിലും ഇമേജറികൾ കവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പോയറ്റിക് ഡിവൈസുകൾ, അതായത് നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ചുകൾ അല്ലേ, അലിട്രേഷൻ, അതേപോലെ തന്നെ സിമിലി, പിന്നെ പേഴ്സോണിഫിക്കേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്, മെറ്റഫേഴ്സ് ഒക്കെ പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാനുള്ള കോളമാണ് ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 പാരഗ്രാഫുകളായിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിൻ്റെ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, നമുക്ക് പരിപാടി തുടങ്ങാം. മക്കളെ, നമ്മൾ അപ്രീസിയേഷൻ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഹെഡിങ് കൊടുക്കണം. ഹെഡിങ്ങിന് 1/2 മാർക്ക് ഉണ്ട്, മിസ്സാക്കരുത്. അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, നോട്ട് ഓഫ് അപ്രീസിയേഷൻ. ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കവിതയുടെ പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് അവിടെ കിട്ടി. സെൻട്രലായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ആദ്യം എഴുത്തുകാരനെ മെൻഷൻ ചെയ്യണം അല്ലേ. ഇവിടെ നോക്കൂ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ വെൽ നോൺ റൈറ്റർ, നേച്ചർ പോയറ്റ് അല്ലേ, വെൽ നോൺ നേച്ചർ പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തനായ, വെൽ നോൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന അല്ലേ, അറിയപ്പെടുന്ന പ്രകൃതി കവിയായിട്ടുള്ള, ഇദ്ദേഹത്തിന്റെ മിക്ക കവിതകളും പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളാണ്. അതാണ് നേച്ചർ പോയറ്റ് എന്ന് തന്നെ കൊടുത്തത്. അപ്പോൾ പ്രശസ്തനായ പ്രകൃതി കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ് ഏത്, നമ്മുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് നേച്ചർ പോയറ്റ് എന്ന് കൂടി കൊടുക്കാം. കാരണം ഇംഗ്ലീഷുകാരനായ പ്രകൃതി കവിയാണ് അല്ലേ, അതേമാതിരി ഇംഗ്ലീഷുകാരനാണ്, അങ്ങനെയും കൊടുക്കാം എക്സ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്, ദ പോയം ഡീൽസ് വിത്ത് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാം. നമ്മളൊരു കവിതയുടെ തീം എഴുതുമ്പോഴാണ് ഈ ഒരു വാക്ക് ഓർമ്മിച്ച് വെച്ചോ. കവിതയുടെ തീം എഴുതുമ്പോൾ ഡീൽസ് വിത്ത് എന്ന് വെച്ചിട്ട് തുടങ്ങാം. അപ്പം ദ പോയം ഡീൽസ് വിത്ത് ദ തീം ഓഫ് co-existence and happiness in nature and cruel attitude of humans. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ പ്രധാനമായിട്ടും 3 തീമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നെന്താണ്, co-existence in nature. co-existence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹവർത്തിത്വം, നമ്മൾ സഹകരണത്തോടെ ജീവിക്കലോടാ, അതിനെ ഉദ്ദേശിച്ചത്. സോ ഇവിടെ നമ്മുടെ കവിതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ വിചാരിച്ചാൽ, ദ പോയറ്റ് ഈസ് സിറ്റിംഗ് ഇൻ എ ഗ്രൂവ് അല്ലേ. നമ്മുടെ കവി ഒരു കാട്ടിൽ ഇങ്ങനെ തനിച്ചിരിക്കുകയാണ്. ഹി വാസ് ഇൻ എ റിലാക്സ്ഡ് മൂഡ് അല്ലേ. അദ്ദേഹം ഭയങ്കര റിലാക്സ് മൂഡിലാണ്, ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അറ്റ് ദാറ്റ് ടൈം ഹി ഹാഡ് എ ലോട്ട്സ് ഓഫ് നോയ്സസ് അല്ലേ, നോയ്സസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഒരുപാട് ശബ്ദങ്ങൾ. ഹി മെൻഷൻസ് ദാറ്റ് ഇറ്റ് വാസ് ദ മ്യൂസിക് ഓഫ് നേച്ചർ അല്ലേ, പ്രകൃതിയുടെ സംഗീതങ്ങളായിട്ടാണ് അദ്ദേഹം അതിനെ പറയുന്നത്. അപ്പം പ്രകൃതിയുടെ ഒരുപാട് ശബ്ദങ്ങൾ, ഒരുപാട് സംഗീതങ്ങൾ എന്തെയാണ് ഈ ഹേർഡ്, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, 1000കണക്കിന് ഇഴുകിച്ചേർന്ന സംഗീതങ്ങൾ ഞാൻ കേൾക്കുന്നു. എവിടെ, ആ കാട്ടിലെ അറൗണ്ട് ഹിം, അദ്ദേഹത്തിന് ചുറ്റിലും അല്ലേ. ആൻഡ് ഹി വാച്ച്ഡ് എ ലോട്ട് ഓഫ് സൈറ്റ്സ് അല്ലേ, ഒരുപാട് കാഴ്ചകൾ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ദ സൈറ്റ്സ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കാഴ്ചകൾ, അതേപോലെ തന്നെ
എന്താണ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സിലെ പക്ഷികളുടെയും പൂക്കളുടെയും അതേപോലെ തന്നെ ചെടികളുടെയും ഒക്കെ കാഴ്ചകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹി എൻജോയ്ഡ് എവറിത്തിങ് അല്ലെ, എല്ലാം അദ്ദേഹം ആസ്വദിക്കുകയാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഹി തിങ്സ് ദാറ്റ്, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്, സോ എവ്രിവെയർ ദർ ഈസ് എവ്രിവെയർ ഹാപ്പിനെസ് അല്ലെ, എല്ലായിടത്തും എന്തുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷമുണ്ട്. സോ എവറി ബേർഡ്സ് ആൻഡ് ക്രീച്ചേഴ്സ് ആൻഡ് ഓൾ അതർ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എൻജോയ്ഡ് ദെയർ എക്സിസ്റ്റൻസ്. അവിടെയുള്ള പ്രകൃതിയിലുള്ള പക്ഷികളും ജീവജാലങ്ങളും പൂക്കളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ നിലനിൽപ്പ്, അവയുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ കവി മനസ്സിലാക്കാണ്. കാരണം ദേ ലിവ് ഇൻ ഹാർമണി ദർ അല്ലേ, അവിടെ വളരെ ഹാർമണിയോട് കൂടി, വളരെ സാഹോദര്യത്തോട് കൂടിയിട്ടാണ് ആ കാട്ടിൽ ഈ ജീവികളൊക്കെ ജീവിക്കുന്നത്. മരത്തിൽ കൂടുകൂട്ടുന്ന പക്ഷികൾ, അതേപോലെ തന്നെ ഒരു വള്ളിക്കുടിലിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ പലതരത്തിലുള്ള ചെടികളിലെ പല വർണ്ണങ്ങളോട് കൂടിയ പൂക്കൾ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുകയാണ്. അപ്പം ആ ഒരു സന്തോഷമാണ് കവി ഇവിടെ കോ എക്സിസ്റ്റൻസ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം വളരെ സഹവർത്തിത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രകൃതിയിലെ കാഴ്ചകൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവിതം അദ്ദേഹം ഇവിടെ നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. ദെൻ ആൻഡ് ഹാപ്പിനെസ് ഇൻ നേച്ചർ, അതേപോലെ തന്നെ പ്രകൃതിയിലെ സന്തോഷവും, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, പക്ഷികളും പൂക്കളും എല്ലാവരും എന്തിന്, ഒരു ബഡിങ് ടിക്സ്, പുതുതായി മുളച്ചു പൊന്തിയിട്ടുള്ള ഒരു ടിക്സ്, ഒരു മരക്കൊമ്പ് പോലും വളരെ ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് പ്രകൃതിയിൽ ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻസ്, അതായത് ഈ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത്, പ്രകൃതിയിലെ ശബ്ദങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് ദ പോയിറ്റ് ബിക്കംസ് വെരി ഹാപ്പി അല്ലേ, നമ്മുടെ കവി വളരെ സന്തോഷിതനാവുന്നുണ്ട്, വളരെ സന്തോഷവാനാവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഫെൽറ്റ് ഗ്രീവ് അബൌട്ട് ദ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലേ, മനുഷ്യന്റെ ക്രൂരതകളെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ കവിക്ക് അതേ സമയം തന്നെ സങ്കടവും തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് സങ്കടം തോന്നുന്നത്? നേച്ചർ ട്രൈ ടു ലിങ്ക് മീൻസ് കണക്ട് അല്ലേ. അപ്പോൾ ദ നേച്ചർ ട്രൈസ് ടു കണക്ട് ഓർ ലിങ്ക് എവറി സോൾ അല്ലേ, ഇൻക്ലൂഡിംഗ് ദ ഹ്യൂമൻ സോൾ ഈച്ച് അതർ അല്ലേ. ഈ പ്രകൃതി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാക്കളെ, അതായത് ഈ ഭൂമിയിലെ മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും തന്നിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ. ദ പോയറ്റ് മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ ഒരു വിശുദ്ധ ദൗത്യമാണിത്. തൻ്റെ സഹജീവികൾ, താൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യണം, സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നുള്ളത് പ്രകൃതിയുടെ ഒരു വിശുദ്ധ ദൗത്യമാണ്, പ്രകൃതിയുടെ ഒരു ആഗ്രഹമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മാൻ ലീവ്സ് അപ്പാർട്ട് ഫ്രം നേച്ചർ അല്ലേ, പ്രകൃതിയിൽ നിന്ന് വേറിട്ടാണ് നമ്മുടെ മനുഷ്യന്മാർ, നമ്മളാകുന്ന മനുഷ്യന്മാരോട് ജീവിക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്, വാട്ട് വി ഡു, നമ്മളെന്താ ചെയ്യുന്നത്, വി ഓൾവേസ് ഡിസ്ട്രോയ് അവർ മദർ നേച്ചർ അല്ലേ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ മാതാവാകുന്ന ഈ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രൈസ് ടു ഡിസ്ട്രോയ് അല്ലേ, നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ, വി ട്രൈ ടു ഡിസ്ട്രോയ് ഓർ കിൽ അവർ ഓൺ ഫെലോ ബീയിങ്സ് അല്ലേ, നമ്മുടെ സ്വന്തം സഹജീവികളെ, നമ്മൾ മനുഷ്യന്മാരെ തന്നെ കൊല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നു. എന്തിന്, ഫോർ അവർ സെൽഫിഷ് നീഡ്സ് അല്ലേ, നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും നശിപ്പിച്ചിട്ട് നമുക്ക് പണം ഉണ്ടാക്കണം അല്ലേ. അതേപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിക്കണം, പ്രകൃതിയിലെ ജീവജാലങ്ങളെ നശിപ്പിക്കണം, നമ്മളിങ്ങനെ ജീവിച്ചാൽ മതി. സോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളൊക്കെ എത്ര സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്, പക്ഷേ മനുഷ്യൻ മാത്രം എന്താ ഇങ്ങനെ എന്നാലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കവി പരിതപിക്കുകയാണ് അല്ലേ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ, മനുഷ്യനോട് എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നാലോചിച്ചിട്ട് കവി സങ്കടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് കൂടി കവിതയുടെ തീമായിട്ട് നമ്മുടെ കവി കൊണ്ടുവരുന്നുണ്ട്. മക്കളെ, ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അർത്ഥം കിട്ടിയല്ലോ. ഇങ്ങനെ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ. നമ്മളിത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിൽക്കും, മറന്നു പോകില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കവിത സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. SSLC ഇംഗ്ലീഷ് 2024 and 25 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോകൾ, ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ വീഡിയോകളും, നമ്മുടെ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോകളും ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങൾ മാത്രമാണ് പറയുന്നത്, പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് മാത്രം കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് തിരിക്കാം. സോ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞു നമുക്ക് തന്നിട്ടുള്ള വരികളുടെ അർത്ഥമാണ്. പക്ഷേ ഞാനിവിടെ ഈ കവിതയിലെ മൊത്തം വരികളുടെയും ഒരു മീനിങ് ആണ് തന്നിരിക്കുന്നത്. അത് വേറൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഈ അപ്രിസിയേഷൻ ഉണ്ടാക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. ഈ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ പേരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ ഏത് വരി തരികയാണെങ്കിലും, ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യത്തെ 8 വരിയായിരിക്കും തരിക, അല്ലെങ്കിൽ മിഡിലെ സെൻട്രലുള്ള 8 വരിയായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ 8 വരിയായിരിക്കും. ഏതെങ്കിലും ഒരു 8 വരിയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് വരികൾ വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു അപ്രിസിയേഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഒന്നും അറിയാത്ത മക്കൾ ഇത് തന്നെ കാണാതെ പഠിച്ചിട്ട് എഴുതിയാൽ മതി. അതെല്ലാം ഉണ്ടാക്കി എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് ഇതുപോലെ എഴുതാം. സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ തന്നിട്ടുള്ള വരികളുടെ അർത്ഥം അറിയാമല്ലോ, അതനുസരിച്ച് എഴുതിയാൽ മതി. സോ എന്തായാലും ഞാനിതൊന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് പറ്റാവുന്നവർ ഇത് തന്നെ എഴുതിക്കോളൂ, ഏത് എഴുതിയാലും മാർക്ക് ഇട്ടിടാം. ഓക്കെ, ദെൻ ഓക്കെ, അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ പോയം, ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെ വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റും, നമ്മളാണല്ലോ പറയുന്ന വായനക്കാരൻ, നമുക്ക് കാണാൻ പറ്റും എന്ത്, ദ പോയിന്റ് സിറ്റിംഗ് ഇൻ എ ഗ്രൂവ്, നമ്മുടെ കവി ഒരു ഗ്രൂവിൽ, ഗ്രൂവ് മീൻസ് ഫോറസ്റ്റിലെ ഒരു ചെറിയ കാട്ടിലിരിക്കുകയാണ്. എങ്ങനെ, ഇൻ എ റിലാക്സ്ഡ് മൂഡ്, വളരെ റിലാക്സ്ഡ് മൂഡിലാണ് കവി ഇരിക്കുന്നത്. എൻജോയിങ് ദ നേച്ചർ, ആ പ്രകൃതിയെ എൻജോയ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ദെൻ ഹി ഒബ്സർവ്സ് ദാറ്റ്, അവിടെ
അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. എന്താ നിരീക്ഷിക്കുന്നത്? ഓൾ ദ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ബേർഡ്സ് അറൗണ്ട് ഹിം. അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുള്ള പക്ഷികളെയും അതേപോലെ പൂക്കളെയും ചെടികളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ലിവ് ഇൻ ഹാർമണി ഇൻ നേച്ചർ. ആ ജീവജാലങ്ങളൊക്കെ വളരെ ഹാർമണിയോട് കൂടിയിട്ട്, വളരെ സഹവർത്തിത്തോട് കൂടിയിട്ടാണ് ആ ഒരു പ്രകൃതിയിൽ ജീവിക്കുന്നത്. ദെൻ ഹി ബിലീവ്സ് ദാറ്റ്. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുകയാണ്. എന്താ വിശ്വസിക്കുന്നത്? ദർ ഈസ് പ്ലഷർ ഇൻ എവ്രിവെയർ. അദ്ദേഹത്തിന് ചുറ്റിലുമുള്ള പ്രകൃതിയിൽ മുഴുവൻ എല്ലായിടത്തും എന്തുണ്ട്? പ്ലഷർ, ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയാണ്. ദെൻ ദോ ദ സൈഡ്സ് ഓഫ് നേച്ചർ മേക്സ് ഹിം ഹാപ്പിനെസ്. അപ്പോൾ ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നാണ് അർത്ഥം. ആ ഒരു പ്രകൃതിയുടെ സൈഡ്സ്, പ്രകൃതിയുടെ കാഴ്ചകൾ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ദ പോയറ്റ് ഓൾസോ ഫെൽറ്റ് സാഡ്. നമ്മുടെ കവിക്ക് ഭയങ്കര സാഡ്, സങ്കടം തോന്നുന്നുണ്ട്. എപ്പോൾ? ആസ് തിങ്കിങ് അബൌട്ട് ഹ്യൂമൻസ്. നമ്മുടെ മനുഷ്യന്മാരെ കുറിച്ച് ഓർത്തിട്ട്, കവിയും ഒരു മനുഷ്യനാണല്ലോ, അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു കവി പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? നേച്ചർ ലിങ്ക്സ് ഹ്യൂമൻ സോൾസ് ടു ഹെർ ഫെയർ വർക്ക്സ്. പ്രകൃതി തന്റെ സുന്ദരമായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ വർക്കിലൂടെ എല്ലാ ഹ്യൂമൻ സോൾസിനെയും, മനുഷ്യരുടെ എല്ലാ ആത്മാക്കളെയും, എല്ലാ മനുഷ്യന്മാരുടെ ആത്മാക്കളെയും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ എന്താണ്? സ്റ്റിൽ എന്നിട്ടും ഹ്യൂമൻസ് തോട്ട്ലെസ്ലി ഡിസ്ട്രോയ് നേച്ചർ. മനുഷ്യൻ തോട്ട്ലെസ്ലി, ഒരു ചിന്തയും ഇല്ലാതെ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ് നമ്മുടെ പ്രകൃതി അല്ലേ? അപ്പം എല്ലാ മനുഷ്യരും സ്നേഹത്തോടെ ജീവിക്കണം, പ്രകൃതിയോട് എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും എന്താണ്? മനുഷ്യൻ ഒരു ചിന്തയും ഇല്ലാതെ പ്രകൃതിയെ നശിപ്പിക്കാൻ നോക്കാണ്. അത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കവിക്ക് സങ്കടം വരുന്നത് അല്ലേ? ദെൻ ദ പോയിറ്റ് സേസ് ദാറ്റ്. നമ്മുടെ കവി പറയാണെന്ത്? കോ എക്സിസ്റ്റൻസ് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ഈ ഒരു സഹവർത്തിത്വം, എല്ലാവരും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം എന്നതാണ് പ്രകൃതിയുടെ വിശുദ്ധ ദൗത്യം, നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ബട്ട് ഹി ലാമൻസ് ഓവർ ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ അഗെയിൻസ്റ്റ് നേച്ചർ ആൻഡ് ഹിസ് ഫെലോ ബീങ്സ്. പക്ഷെ അതേസമയം തന്നെ ഹി ലാമൻസ് എന്നാൽ സങ്കടപ്പെടുക അല്ലേ? കവി സങ്കടപ്പെടുകയാണ്, പരിതപിക്കുകയാണ്. എന്ത്? ഈ മനുഷ്യൻ തൻ്റെ സഹജീവികളോട്, ഫെലോ ബീങ്സിനോടും അതേപോലെ നേച്ചർ, പ്രകൃതിയോടും ക്രൂരതകൾ കാണിക്കുന്ന മനുഷ്യൻ്റെ ആ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഓർത്തിട്ട് നമ്മുടെ കവി സങ്കടപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കവിതയിലെ എല്ലാ മൊത്തം സ്റ്റാൻസുകളുടെ മീനിങ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല ഓരോന്നിൻ്റെയും. അവിടെ നിങ്ങൾക്ക് ഓരോ സ്റ്റാൻസിൽ ഇപ്പോൾ പെരിവിങ്കിൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രിമറോസ് പൂക്കളുടെ കാര്യം പറയുന്നുണ്ട്, പിന്നെ ബേർഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ബഡിങ് ടിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് വരിയാണോ വരുന്നത് നിങ്ങൾക്ക് അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ അറിയാത്ത മക്കളാണെങ്കിൽ ഇത് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പോയറ്റിക് ഡിവൈസുകളും അതേപോലെ കവിതയുടെ സ്ട്രക്ചർ ഇതൊക്കെ മെൻഷൻ ചെയ്യാനുള്ളൊരു പാരഗ്രാഫാണ്. അപ്പം ഈ ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ മെറ്റഫർ കണ്ടുപിടിക്കാൻ അറിയാം, അതേപോലെ തന്നെ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, റൈം സ്കീം, റൈം വേർഡ്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ, സിമിലി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് ഇങ്ങനെ ഇവിടെ എക്സാമ്പിൾ സഹിതം എഴുതിയാൽ മതി. അതെല്ലാം നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ പാരഗ്രാഫിനും കൂടി ആയിട്ട് കുറച്ച് വിഷ്വൽ ഇമേജസ്, മറ്റുള്ളത് വലിയ മെറ്റഫേഴ്സ്, മറ്റുള്ളതൊക്കെ എല്ലാം കൂടി ചേർത്തും കണ്ട് ഞാനൊരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ മതി. ഒന്നും അറിയാത്തവർ, പിന്നെ എന്താണ് സിമിലി എന്നും എന്താണ് മെറ്റഫർ എന്നും എന്താണ് വിഷ്വൽ ഇമേജ്, എങ്ങനെയാണ് റൈം സ്കീം കണ്ടെത്തൽ, അതുപോലെ തന്നെ അല്ലിട്രേഷൻ എങ്ങനെ കണ്ടെത്തണം, ഇതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നേരത്തെ പറഞ്ഞ SLC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാവും. വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്താൽ. ഓക്കെ, അതല്ലാത്തവർ എന്ത് ചെയ്യുക? ഈ പറഞ്ഞത് ഇതേപോലെ പഠിക്കാം. ഓക്കെ, സോ നോക്കൂ. ദ പോയം ഈസ് റിട്ടൺ ആസ് 6 quatrains വിത്ത് റൈം സ്കീം AB എന്ന റൈം സ്കീമോട് കൂടിയിട്ടുള്ള 6 quatrains ആയിട്ടാണ് ഈ കവിത തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ക്വാട്രൈൻസ് എന്ന് പറഞ്ഞാൽ 4 വരിയുള്ള സ്റ്റാൻസുകൾക്കാണ് പറയാം. അറിയാലോ, ആ കവിതയിൽ മൊത്തം 24 വരിയാണ്. 4 വരിയുള്ള 6 പാരഗ്രാഫിലെ 6 സ്റ്റാൻസുകളായിട്ടാണ്. അതിൽ ഓരോ സ്റ്റാൻസൊക്കെ നമ്മൾ ക്വാട്രൈൻസ് എന്നാണ് പറയുക. അപ്പോൾ കവിതയുടെ സ്ട്രക്ചർ എഴുതി, ഇതൊക്കെ എല്ലാവർക്കും എഴുതാവുന്ന കാര്യമാണ്. ഇനി The poet uses many imageries and poetic devices to adorn his poem. ഈ സെന്റൻസ് നമുക്ക് എല്ലാ അപ്രീസിയേഷനിലും കൊടുക്കാം. തൻ്റെ കവിതയെ അഡോൺ ചെയ്യാൻ അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഇമേജറീസും അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസുകളും നമ്മുടെ കവി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഏത് കവിതയുടെ അപ്രീസിയേഷനിലും കൊടുക്കാം കേട്ടോ. ദെൻ ദ ലൈൻ, ഇനിയുള്ളതൊക്കെ എക്സാമ്പിൾ ആണ്, നിങ്ങൾ കവിതക്കനുസരിച്ച് വേണം കൊടുക്കാൻ കേട്ടോ. സോ ഒന്നും അറിയാത്തവർ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. ദ ലൈൻ I had 1,000 blended notes gives an idea of hyperbole. ഹൈപ്പർബൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതിശയോക്തി കൂടി, എക്സാഗറേഷനോട് കൂടിയിട്ട് കവിതയിൽ മെൻഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹൈപ്പർബളി എന്ന് പറയാം. ഇവിടെ എന്താ പറയുന്നത്? ദ ലൈൻ I heard 1,000 blended notes. ആയിരക്കണക്കിന്, 1000 എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് അല്ലേ, ആയിരക്കണക്കിന് ബ്ലെൻഡഡ് നോട്ട്സ്, ഇഴുകി ചേർന്ന, ബ്ലെൻഡ് ചെയ്യാൻ മിക്സ് ചെയ്യുക അല്ലേ, ഇഴുകി ചേർന്ന നോട്ട്സ്, മ്യൂസിക്കുകൾ അല്ലെങ്കിൽ സംഗീതങ്ങൾ ഞാൻ കേട്ടു എന്ന് നമ്മുടെ കവി പറയുന്നുണ്ട്. ഇയാൾ ഈ സംഗീതം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രകൃതിയിലുള്ള പക്ഷികളുടെയും അതേപോലെ തന്നെ അരുവികൾ ഒഴുകുന്ന ശബ്ദം, പക്ഷികളുടെ കളകള ശബ്ദം, അതേപോലെ തന്നെ
ഇലകളുടെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം, ഇതെല്ലാമാണ് ഇയാൾ ആയിരക്കണക്കിന് ശബ്ദങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇങ്ങനെ കവി ചെറിയ കാര്യങ്ങൾ കവികൾ എന്ത് ചെയ്യുന്നു, വലുതാക്കി പറയുന്നതിന്, എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമുക്ക് എന്തെന്ന് പറയാം, ഹൈപ്പർബോളി എന്ന് പറയാം. അപ്പോൾ ഇതൊരു എന്താണ് പോയറ്റിക് ഡിവൈസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ ഇതിന് മുമ്പേയും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന്, ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോൾ ആകാശം തൊട്ട് കിടക്കണ ഒരാൾ മരം കണ്ടേ ഞാൻ, ആലിപ്പഴം പൂത്തു കിടക്കണ കണ്ണാലെ കണ്ടേ ഞാൻ. അപ്പം ആകാശം തൊട്ട് കിടക്കണ ഒരു ആൽമരം കണ്ടേ നമ്മുടെ മണിച്ചേട്ടൻ പാടുന്നുണ്ട് അല്ലേ? സോ ആകാശം തൊട്ട് കിടക്കുന്ന ആൽമരം ഉണ്ടാവുമോ? അപ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെ നല്ല ഹൈറ്റുള്ള ഒരു ആൽമരം കണ്ടപ്പം അതിനെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാണില്ല, അതായത് ഒരു ഹൈപ്പർബോളി അദ്ദേഹം ഉപയോഗിച്ചാണ്. ഇങ്ങനെ കവികൾ ചെറിയൊരു കാര്യത്തെ പെരുപ്പിച്ച് പറയുന്നതാണ് ഹൈപ്പർബോളി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് ഇതിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക, സെന്റൻസ് പഠിക്കാം. ഇനി അടുത്തെന്താ, the phrases to have fair works did nature link and every flower enjoys the air breeze are example for personification. എന്താ മക്കളെ ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത ഒന്നിന് മനുഷ്യന്റെ ക്വാളിറ്റി കൊടുക്കുക. ഇവിടെ നോക്കിയാൽ അവളുടെ സുന്ദരമായ പ്രവൃത്തിയിലൂടെ പ്രകൃതി എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തു, കണക്ട് ചെയ്തു എന്നാണ്. ഈ കണക്ട് ചെയ്യലൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവൃത്തിയില്ലേ? അതേപോലെ അവളുടെ എന്നാണ് പറഞ്ഞത്, പ്രകൃതിയെ അവൾ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മനുഷ്യരുടെ ആത്മാക്കളൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് നമ്മുടെ പ്രകൃതിയെ പറയുന്നത്. ഇങ്ങനെ മനുഷ്യനല്ലാത്ത ഒരു പ്രകൃതിയെ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നു. അത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. മറ്റൊന്നെന്താണ്, എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ബ്രീത്ത്സ്. എല്ലാ പൂക്കളും അത് ശ്വസിക്കുന്ന വായുവിനെ എൻജോയ് ചെയ്യുന്നു. ഈ എൻജോയ് ചെയ്യലും ശ്വസിക്കലൊക്കെ ആരാണ് ശരിക്കും? നമ്മുടെ മനുഷ്യന്മാരല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, പൂക്കളെ മനുഷ്യരായിട്ടാണ് ചിത്രീകരിക്കുന്നത് അല്ലേ? പൂക്കളെ ശ്വസിക്കുന്ന മനുഷ്യരായിട്ടല്ലേ, എൻജോയ് ചെയ്യുന്ന മനുഷ്യരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇനിയും ആ കവിതയിൽ ഇതുപോലെ ഇനിയും വാക്കുകളുണ്ട്. ബേർഡ്സ് ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷികൾ തുള്ളിച്ചാടി കളിക്കുന്നു. ഈ തുള്ളിച്ചാടി കളിക്കലൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ? സോ അവിടെ ബേർഡ്സിനെയും മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനില്ലാത്ത ഒന്നിനെ മനുഷ്യന്റെ ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നിട്ടുള്ള വരികളിൽ ഏതാണോ അത് വേണമെങ്കിൽ എഴുതാട്ടോ, അല്ലെങ്കിൽ ഇതന്നെ പഠിക്കാം. ഇനി the phrase man has made of man is an example for alliteration. ഒരു കവിതയിൽ നമ്മുടെ കോൺസണന്റ് സൗണ്ടുകൾ, അതായത് നമ്മുടെ വ്യഞ്ജനങ്ങളുണ്ടല്ലോ, സ്വരങ്ങളുണ്ടല്ലോ, അ ആ ഇ ഈ ഉ എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതല്ലാത്ത ബാക്കി എല്ലാ സൗണ്ടും, അതായത് കാക്ക ഗംഗാങ്ങ ചാച്ചാ ജിഞ്ചാഞ്ഞ ടാട്ടാ ഡണ്ടാണ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, ഇത് ഇംഗ്ലീഷിൽ ഈ അക്ഷരങ്ങൾ, ഈ സൗണ്ടുകൾ വരുന്ന എല്ലാ ലെറ്ററും നോക്കുക. അതിന് നമ്മൾ വ്യഞ്ജനങ്ങൾ എന്നല്ലേ പറയുക, അതായത് ഇംഗ്ലീഷിൽ കോൺസണൻസ് എന്ന് പറയും. ഈ കോൺസണന്റ് സൗണ്ട്സുകൾ ഒരു കവിതയിലെ ഓരോ വാക്കുകളുടെയും സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനാണ് അലിട്രേഷൻ എന്ന് പറയുക. ഇവിടെ നോക്കിയാൽ മേൻ, മേൻ്റെ ഫസ്റ്റ് അക്ഷരം മാ അല്ലേ? അടുത്തിൽ നോക്കിയാൽ മെയ്ഡ്, മെയ്ഡിന് മാ അല്ലേ? ഇവിടെ മേൻ, ഇവിടെയും മാ അല്ലേ? അപ്പം മാ 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 ഒരേ വരിയിൽ തന്നെ 3 തവണ മാ റിപ്പീറ്റ് ചെയ്തില്ലേ? അപ്പം മാ എന്നുള്ള കാക്കാങ്ങയിൽ പെടുന്നല്ലേ, ഈ പെടുന്നല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഇത് എന്തിന് എക്സാമ്പിളാണ്? അലിട്രേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അലിട്രേഷൻ മേൻ ഹാസ് മെയ്ഡ് ഓഫ് മെൻ എഴുതിയിട്ട് ഈ അലിട്രേറ്റഡ് സൗണ്ട് ആയിട്ട് വരുന്ന ആ ലെറ്ററിന് മാത്രം അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അലിട്രേഷന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ ശരിക്കും പഠിക്കാം കേട്ടോ. ഇനി അടുത്ത ദ പോയം എൻഡ്സ് വിത്ത് എ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ. ഒരു റെറ്ററിക്കൽ ക്വസ്റ്റ്യനോട് കൂടിയിട്ടാണ് നമ്മുടെ കവിത അവസാനിക്കുന്നത്. എൻ്റെ ഈ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ ഒരു കവിത കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ കോട്ടകളിക്ക്. ഈ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ കവിതയിൽ നമുക്ക് ഒരുപാട് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ദ ക്വസ്റ്റ്യൻ ഡസൻ റിക്വയർ എനി ആൻസേഴ്സ് അല്ലേ? ഉത്തരങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഉത്തരങ്ങൾ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ആ കവിതയിൽ നിങ്ങൾ ബ്ലോയിങ് ഇൻ ദ വിൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ അല്ലേ? ഒരു മനുഷ്യനെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അയാൾ എത്ര ദൂരം അല്ലെങ്കിൽ എത്ര റോഡുകൾ താണ്ടിയിട്ടുണ്ടാവണം എന്നൊക്കെ ചോദിച്ചതിന് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരങ്ങൾ ആ കവിതയിൽ പറയുന്നില്ല. പകരം എന്താ പറയുന്നത്, ദ ആൻസർ ഈസ് മൈ ഫ്രണ്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലേ? ഇതിനുള്ള ഉത്തരം എവിടെയുണ്ട്? കാറ്റിൽ വീശി കളിക്കുന്നുണ്ട്, കാറ്റിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. എവരിബഡി നോസ് ദ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി എന്ത് ചെയ്യുന്നത്, ഉത്തരം പറയാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ഉത്തരങ്ങളില്ലാത്ത രണ്ട് ചോദ്യമില്ല, ഒരു ചോദ്യം നമ്മുടെ ഈ കവിതയിലും ചോദിക്കുന്നുണ്ട്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ. ഏതാ ചോദ്യം? ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലേ? അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് കവിത അവസാനിക്കുന്നത് അല്ലേ? അതായത് മനുഷ്യനോട് എന്ത് ചെയ്തു എന്നോർത്ത് ഞാൻ വിലപിക്കുന്നതിൽ എനിക്കൊരു കാരണമില്ലേ, അങ്ങനെ ഞാൻ വിലപിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവി എന്തെന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രകൃതിയും ദൈവവും ഒക്കെ മനുഷ്യനോടും മറ്റ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോട് ജീവിക്കാൻ പറഞ്ഞിട്ടും മനുഷ്യനോട് ചെയ്യുന്ന ഈ
ക്രൂരതകൾ, വളരെ മോശമായ പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നതിൽ ഒരർത്ഥമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു റെറ്ററിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം അല്ലേ. നോക്കേ, ഐ ഹാഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. വീണ്ടും ആ സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെ കൊടുത്തു. എന്നിട്ട് എന്താ പറയുന്നത്? അതൊരു ഹൈപ്പർബോളിക് എക്സാമ്പിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓഡിറ്ററി ഇമേജ്. എന്താ ഈ ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾവിയുടെ അനുഭവം തരുന്ന ഇമേജുകളാണ് ഓഡിറ്ററി ഇമേജ്. അപ്പോൾ ഇതൊരു ഓഡിറ്ററി ഇമേജിനും എക്സാമ്പിൾ ആണ്. ഇതിനടുത്തുന്ന പ്രിമറോ സ്റ്റെപ്സ്, ഗ്രീൻ പവർ, അതേപോലെ തന്നെ ബേർഡ്സ് ഓപ്പൺ ആൻഡ് പ്ലേഡ്, ഇതെല്ലാം വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് കാഴ്ചയുടെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വിഷ്വൽ ഇമേജസ് അല്ലേ. അപ്പം നമുക്ക് പ്രിമറോസ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു പ്രിമറോസ് പൂക്കളെ കാണാം. ഗ്രീൻ പവർ എന്ന് പറയുമ്പോൾ നല്ലൊരു വള്ളിക്കുടിൽ കാണാം അല്ലേ, ഒരു പച്ചപ്പൂക്കൾ അല്ലെങ്കിൽ ചെടികൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കമാനം പോലുള്ള ഒരു വള്ളിക്കുടിൽ കാണാം. പിന്നെ അതേപോലെ തന്നെ ബേർഡ്സ് ഓപ്പൺ ആൻഡ് പ്ലേഡ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് തുള്ളിച്ചാടി കളിക്കുന്ന പക്ഷികളെ കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഇമേജറികളാണ് വിഷ്വൽ ഇമേജസ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ കവിതയുടെ അപ്രീസിയേഷൻ മക്കൾ പഠിച്ചിട്ട് 6 മാർക്ക് വാങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.